സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോയ്സി എഴുതിയ കാണാത്ത തീരങ്ങൾ. സെല്ലിൻ്റെ മുൻപിൽ വന്ന് വാർഡൻ പേര് വിളിച്ചപ്പോൾ തടവ് പുള്ളികൾക്കിടയിൽ നിന്ന് അനി ബാബു എഴുന്നേറ്റു. ഇറങ്ങി വാടാ, വാർഡൻ ഉത്തരവിട്ടു. അനി ബാബു അഴിവാതിൽക്കലെത്തി. നിനക്ക് ജാമ്യം, വാർഡൻ പറഞ്ഞു. പത്രത്തിലൊക്കെ വാർത്തയും പടവും അച്ചടിച്ച് വന്നിട്ട് നീ ഇപ്പോൾ വലിയ സ്റ്റാറല്ലേ, കള്ളന് കഞ്ഞി വെച്ച റാസ്കൽ. അനി ബാബു ചെറുതായെന്ന് ചിരിച്ചു. വാതിൽ കടന്നിട്ട് അവൻ തിരിഞ്ഞു നിന്ന് അകത്തെ ആളുകളുടെ നേർക്ക് വലത് കൈപ്പടം ഉയർത്തിക്കാട്ടി. സുഹൃത്തുക്കളെ, എനിക്ക് ജാമ്യം, പോട്ടെ, നമുക്കിനിയും കാണാം. കാണണം, ഒരാൾ വിളിച്ചു പറഞ്ഞു. ഞാൻ ചിലപ്പോൾ വിയൂരിലായിരിക്കും, നീ അങ്ങോട്ട് വന്നാൽ മതി, വേറൊരാൾ ആശംസിച്ചു. അഴിവാതിൽ അടഞ്ഞു, പൂട്ട് വീണു. കഴിവേറുടെ മോനെ, നീ രക്ഷപ്പെട്ടല്ലോടാ, മറ്റൊരാൾ അസൂയപ്പെട്ടു. വാർഡൻ്റെ ഒപ്പം ജയിൽ വരാന്തയിൽ കൂടി നടക്കുമ്പോൾ അനി ബാബു ആകാംക്ഷയോടെ തിരക്കി. ആരാ സാറേ ജാമ്യത്തിലെടുക്കാൻ വന്നത്? നിന്റെ അപ്പൂപ്പൻ. മിണ്ടരുത് റാസ്കൽ, പോലീസുകാരനെ ഇടിച്ചിട്ട് നീ ഞെളിഞ്ഞു നടക്കുന്നോടാ. അത് പോലീസുകാരനല്ല സാറേ, ഒന്നന്തര കള്ളനാ, കില്ലറാ. അയാൾ എൻ്റെ ചേട്ടനെ കൊന്നവനാ. ആര്? ഹേമചന്ദ്രൻ സാറോ? തെളിയിക്കും സാറേ, ഇപ്പോൾ അയാൾ സസ്പെൻഷനില്ല. ഇനി ആ തൊപ്പി തലയിൽ വെക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. പോടാ അവിടുന്ന് തെണ്ടി. നീ അങ്ങേരെ എന്നാ ചെയ്യാനാ? സാറ് പത്രത്തിലെ റിപ്പോർട്ടൊന്നും വായിച്ചില്ലായിരുന്നോ? അയാൾ കുടുങ്ങും, എല്ലാം വെളിയിൽ വരും സാറേ, സാറ് നോക്കിക്കോ. വാർഡൻ അനിബാബുവിനെ സംശയദൃഷ്ടിയോടെ നോക്കി. ഇവൻ പറയുന്നതൊക്കെ സത്യമാണോ? സബ് ജയിൽ സൂപ്രണ്ടിൻ്റെ ഓഫീസ് റൂമിൽ അഡ്വക്കേറ്റ് സുഷമ മഹേഷും സന്ദീപും ഇരിപ്പുണ്ടായിരുന്നു. ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള കോടതി ഉത്തരവ് സൂപ്രണ്ടിന് സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി തടവ് പുള്ളിയെ ഐഡന്റിഫൈ ചെയ്ത് വിട്ടയക്കുക എന്ന കർമ്മം മാത്രമേ ബാക്കിയുള്ളൂ. അനി ബാബു വിനീത വിധേയനായി വേണ്ടിവന്നാൽ ഏതു നിമിഷവും ജയിൽ സൂപ്രണ്ടിൻ്റെ നേർക്ക് കൈകൂപ്പാൻ പാകത്തിൽ കൈകൾ കോർത്ത് നിന്നു. അനി ബാബു സന്ദീപിനെ ഇടയ്ക്കിടെ പാളി നോക്കുന്നുണ്ടായിരുന്നു. സന്ദീപ് ഗൗരവത്തിൽ തന്നെ ഇരുന്നു. സബ് ജയിലിലെ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം അനി ബാബു സന്ദീപിനും അഡ്വക്കേറ്റിനുമൊപ്പം വെളിയിൽ വന്നു. സുഷമ മഹേഷിൻ്റെ കാറിൽ കയറി അവർ പൊൻകുന്നം ടൗണിലെത്തി. സന്ദീപും അനി ബാബുവും ടാക്സി സ്റ്റാൻഡിന് സമീപം ഇറങ്ങി. സുഷമ മഹേഷിന് നന്ദി പറഞ്ഞു പിരിഞ്ഞു. സാറിൻ്റെ കാർ എവിടെയാ? അനി ബാബു ചോദിച്ചു. മിഡാസില, അവിടെയാണ് റൂം. ചേട്ടൻ എന്തെങ്കിലും കഴിക്കണ്ടേ? ഉച്ചയ്ക്ക് ചോറുണ്ടായിരുന്നു. ജയിലിൽ നിന്ന് അടി കിട്ടിയോ? സന്ദീപ് ചോദിച്ചു. ഇല്ല, തല്ല് കിട്ടാതിരിക്കാൻ വേണ്ടത് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ക്ലൂ കിട്ടിയോ? കൂട്ടിക്കൽ സുഖു എന്നൊരുത്തിനെ പരിചയപ്പെട്ടു. പണ്ട് മുതലേ കൊട്ടേഷൻ്റെ ആളാ. വേറെ പഴയ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. നമുക്കൊരു ടാക്സി പിടിച്ചൊന്ന് കറങ്ങാം, സാറിൻ്റെ ഇഷ്ടം. പോലീസ് സ്റ്റേഷനിൽ നിന്ന് അടി കിട്ടി അല്ലേ? അതൊന്നും പ്രശ്നമല്ല, അവരുടെ കൈക്കാ കേട്. അനി ബാബു അത് നിസ്സാരമാക്കി. സന്ദീപ് ഒരു ടാക്സി വിളിച്ചു. രണ്ടുപേരും അതിൽ കയറി. നേരെ മണിമലയ്ക്ക് വിട്ടോ? സന്ദീപ് ഡ്രൈവറോട് നിർദ്ദേശിച്ചു. നമ്മൾ എന്തിനാ സാറേ മണിമലയ്ക്ക് പോകുന്നേ? അനി ബാബു ചോദിച്ചു. പ്രത്യേകിച്ച് ഒന്നിനുമല്ല, വെറുതെ. നിങ്ങൾ പണ്ട് താമസിച്ചിരുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം. അവിടൊക്കെ ഇപ്പം ഭയങ്കരമായിട്ട് മാറിപ്പോയില്ലേ സാറേ? ഇനി അതൊക്കെ കണ്ടിട്ട് എന്താ കാര്യം? കണ്ടു നോക്കാം, ചില കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. പണ്ട് കണ്ട് പരിചയമുള്ള ആരെയെങ്കിലും കണ്ടുമുട്ടിയെന്ന് വരാം. എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ മനസ്സിലേക്ക് വന്നെന്നിരിക്കും. ഒരു കാറ്റായിരിക്കും ചിലപ്പോൾ ഒരു ഓർമ്മ കൊണ്ടുവരുന്നത്. ചിലപ്പോൾ ഓർക്കാപ്പുറത്ത് പെയ്ത മഴയായിരിക്കാം. പണ്ട് നീന്തി കുളിച്ച പുഴയായിരിക്കും. നമ്മൾ അന്വേഷിക്കുന്ന ചന്ദ്രബാബുവിനെയാണ്. അനി ബാബു അനുകൂല ഭാവത്തിൽ തലയാട്ടി. ടാക്സിക്കാർ പൊൻകുന്നം മണിമല റോഡിലൂടെ ഓടിക്കൊണ്ടിരുന്നു. രാജഗോപാലും ശ്രീലക്ഷ്മിയും ലീവ് എടുത്ത് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. വിന്ദാരയും വിശാഖും സ്കൂളിലും പോയില്ല. ഫോൺ താഴെ വെച്ചിട്ട് അവർക്കൊന്നിനും സമയമില്ലായിരുന്നു. സന്ദീപ് എഴുതിയ അന്വേഷണ പരമ്പരയുടെ 4ാമത്തേതും അവസാനത്തേതുമായ ഭാഗം രാവിലെ പത്രത്തിൽ കണ്ടതു മുതൽ ഫോൺ കോളുകളുടെ പ്രവാഹമായിരുന്നു. ബന്ധുജനങ്ങളുടെ ചോദ്യങ്ങൾ, സഹപ്രവർത്തകരുടെ അന്വേഷണങ്ങൾ, സ്നേഹിതരുടെ ജിജ്ഞാസകൾ. ഇവരെയെല്ലാം തൃപ്തിപ്പെടുത്താനാവാതെ രാജഗോപാലും ശ്രീലക്ഷ്മിയും വലഞ്ഞു. രാജഗോപാലിൻ്റെയും ശ്രീലക്ഷ്മിയുടെയും ദത്തുപുത്രിയാണ് അല്ലിമ എന്ന രഹസ്യത്തിൻ്റെ മറ നീങ്ങിയത് അന്വേഷണ പരമ്പരയുടെ അവസാന ലക്കത്തിലായിരുന്നു. ആ വെളിപ്പെടുത്തൽ രാജഗോപാലിൻ്റെ കുടുംബത്തെ അടുത്തറിയാവുന്ന സകലരെയും അമ്പരപ്പിച്ചു കളഞ്ഞു. ബന്ധുജനങ്ങളിൽ പലർക്കും അത് വിശ്വസിക്കാൻ തന്നെ കഴിയുന്നില്ല.
പോണ്ടിച്ചേരിയിൽ വെച്ച് ഗർഭിണിയായിരുന്നെങ്കിൽ എന്തുകൊണ്ട് നാട്ടിൽ അറിയിച്ചില്ല എന്ന ബന്ധുജനങ്ങളുടെ സംശയം ദൂരീകരിക്കാൻ വേണ്ടി അക്കാലത്ത് ശ്രീലക്ഷ്മി ഒരൊറ്റ വാചകമേ പറഞ്ഞുള്ളൂ. തൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ജീവനോടെ പ്രസവിക്കാൻ തനിക്ക് കഴിയുമെന്ന് ഡോക്ടർമാർക്ക് പോലും ഉറപ്പില്ലായിരുന്നു. കുഞ്ഞിനെ പ്രസവിച്ച വിവരം വീട്ടിൽ അറിയിച്ചതും പ്രസവം കഴിഞ്ഞിട്ടിപ്പോൾ 1 മാസമായി. മാസം തികയാതെയുള്ള പ്രസവമായിരുന്നതിനാൽ ആരെയും ഒന്നും അറിയിക്കാൻ പറ്റിയില്ല എന്ന മട്ടിലായിരുന്നു. അതിനുശേഷം 2 മാസക്കാലം ലീവെടുത്ത് കോയമ്പത്തൂരിൽ നിന്ന് മധുരയിലേക്ക് മാറി താമസിക്കുകയും ചെയ്തു രാജഗോപാലും ശ്രീലക്ഷ്മിയും. രാജഗോപാലിൻ്റെയും ശ്രീലക്ഷ്മിയുടെയും അകന്നു നിൽക്കലും അസാധാരണമായ പെരുമാറ്റവും അടുത്ത ചില ബന്ധുജനങ്ങൾക്കിടയിൽ അതൃപ്തിയും സംശയവും ഉളവാക്കിയിരുന്നെങ്കിലും കാലാന്തരത്തിൽ അത് അമർന്നുപോയി. എന്നാൽ ഇപ്പോൾ അവർ മാരകായുധം കയ്യിൽ കിട്ടിയവരെ പോലെ തിരിച്ചടിക്കുകയാണ്. ശ്രീലക്ഷ്മിയുടെ അമ്മ നെഞ്ചത്തടിച്ചെന്ന പോലെ ഫോണിൽ കൂടി നിലവിളിക്കുകയായിരുന്നു. ഒരു വാക്ക് നീ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോടി. നിന്റെ പെറ്റമ്മയല്ലേ ഞാൻ. വല്ലവൻ്റെയും കുഞ്ഞിനെ ഞാനും നിന്റെ അച്ഛനും നിന്റെ ആങ്ങളമാരുമൊക്കെ എന്തുമാത്രം താലോലിച്ചു. എങ്ങനെയെല്ലാം പുന്നാരിച്ചു മടിയിൽ വെച്ച്. വല്ലവൻ്റെയും മകളെ 22 വർഷം. നീയും ഒരമ്മയല്ലേടി. നിനക്ക് എങ്ങനെ തോന്നി? ഇങ്ങനെയെല്ലാമുള്ള പ്രതികരണങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതിനാൽ ശ്രീലക്ഷ്മി അക്ഷോഭ്യായി നിന്നു. സോറി അമ്മേ, അതൊരു ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞായിരുന്നു. ആർക്കും അതിനെ വേണ്ടായിരുന്നു. എനിക്കതിൻ്റെ അമ്മയാകണമെന്ന് തോന്നി. അതിൻ്റെ അച്ഛനാകാൻ രാജേട്ടനും സമ്മതമായിരുന്നു. ഇപ്പോഴും ഞങ്ങൾക്കതിൽ സന്തോഷമേയുള്ളൂ. ആരോടെങ്കിലും തെറ്റ് ചെയ്തതായി തോന്നുന്നുമില്ല. ഇല്ലേ? ഞങ്ങളോട് ചെയ്തില്ലേടി നീ? നിനക്കൊരു വാക്ക് പറയായിരുന്നില്ലേ? അമ്മേ, ഞങ്ങൾ ഈ കുഞ്ഞിനെ എടുത്തു വളർത്തിയതാണെന്ന്. എന്നിട്ട് നിന്റെ ഇഷ്ടം പോലെ വളർത്തിക്കോ. അമ്മയായിട്ടോ അച്ഛനായിട്ടോ സ്വന്തമായിട്ടോ ഒക്കെ ഞങ്ങളെ ഇങ്ങനെ പറ്റിക്കണമായിരുന്നോ നിനക്ക്? സുകുമാരി അമ്മ കരച്ചിലും ദേഷ്യവും കൊണ്ട് വീർപ്പ് കൂട്ടിയാണ് മകളോട് കയർക്കുന്നത്. ഞങ്ങൾ എന്തെല്ലാം അവൾക്ക് വാങ്ങിച്ചു കൊടുത്തു. എത്രമാത്രം ഡ്രസ്സ്, എത്ര പവൻ്റെ സ്വർണം. കഴിഞ്ഞ ഓണത്തിനും കൂടി 1.5 പവൻ്റെ സ്വർണ്ണ പാദസരം വാങ്ങിച്ചു കൊടുത്തല്ലോ ഞാൻ. വിഷുവിന് സ്വർണ്ണമോതിരം നിന്റെ മൂത്ത മകളാണല്ലോ എന്ന് വിചാരിച്ചിട്ടല്ലേ? അല്ലെങ്കിൽ വല്ലവൻ്റെ മകൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് എന്ത് സൂക്കേടാ? അപ്പോഴൊന്നും നീ ഒരു വാക്ക് ഞങ്ങളോട് പറഞ്ഞില്ല. അല്ലിമോൾ അറിയരുതെന്ന് വിചാരിച്ച അമ്മയെ പറയാതിരുന്നേ. സോറി. അവൾ അറിഞ്ഞാലെന്താ? അവളുടെ തല പൊട്ടിത്തെറിക്കുമോ? ഇപ്പോൾ എല്ലാവരും അറിഞ്ഞില്ലേ? പൊട്ടിത്തെറിച്ചോ? നാണമില്ലായിരുന്നല്ലോ പറയാൻ. അല്ലിമോള് പല്ലിമോളെന്ന് പറയടി. അമ്മ അവൾക്ക് വാങ്ങിക്കൊടുത്തതൊക്കെ തിരിച്ചു തന്നേക്കാം. അല്ലെങ്കിൽ അതിൻ്റെ വില എത്രയാന്ന് വെച്ചാൽ അത് തന്നേക്കാം. എന്തൊക്കെ തിരിച്ചു തന്നാലും ഈ അപമാനം ഈ ജന്മത്തെ തീരുവോടി. ആളുകളൊക്കെ എന്നെയും നിന്റെ അച്ഛനെയും വിളിച്ചുകൊണ്ടിരിക്കുക. അയ്യേ, നിങ്ങളുടെ ലക്ഷ്മിയുടെ മോളല്ലായിരുന്നോ അത്? കഷ്ടം. നിങ്ങൾ പോലും അറിഞ്ഞില്ലായിരുന്നോ? അല്ലേ? എന്താ കഥ? സ്വന്തക്കാരെ കൂടി പറ്റിച്ച് കളഞ്ഞല്ലോ എന്നൊക്കെ. അച്ഛനിവിടെ ചീറി നിൽക്കണുണ്ട്. ചിലപ്പോൾ അങ്ങോട്ട് വരും ചോദിക്കാൻ. ആര് വേണമെങ്കിലും വന്നോട്ടെ അമ്മേ, ശ്രീലക്ഷ്മി ശാന്തസ്വരത്തിൽ പറഞ്ഞു. ഞാനും രാജേട്ടനും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങൾക്കതിൽ ഉറച്ച വിശ്വാസമുണ്ട്. അതൊരു പെൺകുഞ്ഞല്ലേ അമ്മേ. അതിൻ്റെ അച്ഛനും അമ്മയുമായിട്ടാ ഞങ്ങൾ ഇതുവരെ ജീവിച്ചേ. ഇനി അങ്ങനെ തന്നെ ജീവിക്കും. നാണമില്ലേടി നിനക്കിത് പറയാൻ? നിന്റെ സ്വന്തം മക്കളെക്കാളും നീ എഴുന്നള്ളിച്ചുകൊണ്ട് നടന്നത് അവളെയാണല്ലോ. റോഡിൽ നിന്ന് പെറുക്കിയെടുത്തവളെ, വല്ലവൻ്റെ സന്തതിയെ. മതിയമ്മേ, നിർത്ത്. ഇതിൻ്റെ പേരിൽ നിങ്ങളെല്ലാവരും കൂടി എന്താ ശിക്ഷയെന്ന് വെച്ചാൽ ഞങ്ങളെ അങ്ങ് ശിക്ഷിക്ക്. ഞാൻ ഫോൺ വെക്കുക. ശ്രീലക്ഷ്മി കോൾ കട്ട് ചെയ്തിട്ട് നോക്കിയപ്പോൾ അല്ലിമ വാതിലിനരികെ സംഭാഷണം കേട്ട് നിൽക്കുന്നു. ഫോണിലേക്ക് വരുന്ന അടുത്ത കോൾ അവഗണിച്ചിട്ട് ശ്രീലക്ഷ്മി അവളെ അടുത്തേക്ക് കൈകാട്ടി വിളിച്ചു. അല്ലിമ മുന്നിലേക്ക് വന്നു. അവളുടെ മിഴി നിറഞ്ഞിരിക്കുന്നത് കണ്ട് ശ്രീലക്ഷ്മി ശാസിച്ചു. ആളുകൾ പല രീതിയിൽ പ്രതികരിക്കും. അതിനൊപ്പിച്ച് വിഷമിക്കാൻ നിന്നാൽ അതിനേ നേരം ഉണ്ടാവും. അപ്പുറത്ത് അച്ഛൻ ആരോടോ ഷൗട്ട് ചെയ്യുന്നു. അച്ഛനെ ഇത്രയും ദേഷ്യത്തിൽ കണ്ടിട്ടില്ല. അല്ലിമയുടെ കണ്ടമിടറി. ശ്രീലക്ഷ്മി ഗൗരവം വെടിഞ്ഞ് വാത്സല്യത്തോടെ അവളെ ആശ്ലേഷിച്ചു. അവളുടെ നെറ്റി തലോടിക്കൊണ്ട് പറഞ്ഞു, സത്യം പറഞ്ഞ ഇന്ന് മുതൽക്കാ നീ ശരിക്കും ഞങ്ങളുടെ മോളായത്. ഇത്രയും കാലം ഞങ്ങൾ പലരോടും ഒളിച്ചു വെച്ചു. മനസ്സിൽ ആ ഭാരം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറി. നീയും അങ്ങനെ കാണണം കേട്ടോ. അല്ലിമ കണ്ണീരോടെ തലയാട്ടി. ശ്രീലക്ഷ്മി അവളുടെ തൂനെറ്റിയിൽ ഒരു ഉമ്മ നൽകി. അച്ഛന് ദേഷ്യം വരുന്നത് ആരെങ്കിലും വിളിച്ച് കളിയാക്കിയിട്ടായിരിക്കും. സ്വന്തക്കാരിൽ നിന്ന് ഏറ്റവും കൂടുതൽ പരിഹാസം. അവർക്ക് അംഗീകരിക്കാൻ വലിയ പ്രയാസം. അല്ലാത്തവരൊക്കെ നന്നായി എന്നാ പറയുന്നേ. എത്ര ഫ്രണ്ട്സ് എന്നെ വിളിച്ച് പ്രേസ് ചെയ്ത് പറഞ്ഞു. നിന്നെ ആരും വിളിച്ചില്ലേ?
എൻ്റെ ക്ലാസ്മേറ്റ്സും ടീച്ചേഴ്സും ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കെല്ലാം വലിയ സർപ്രൈസാണ്. ഇന്ദുമതി ടീച്ചർ എന്നോട് യു ആർ വെരി ലക്കി എന്നാ പറഞ്ഞത്. എന്താന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറയുക, ഇത്രയും നല്ല അച്ഛനെയും അമ്മയും കിട്ടിയില്ലേ, ഈശ്വരൻ്റെ പ്രത്യേക അനുഗ്രഹമാണെന്ന്. അതൊക്കെ എനിക്ക് നല്ലോണം അറിയാം അമ്മേ. നല്ല മനുഷ്യർ ഒരുപാടുണ്ട്, അത് മതി നമുക്ക് ധൈര്യമായിട്ട് ജീവിക്കാൻ. എന്നോട് മിണ്ടാതെ നടന്നിരുന്ന ഒരു സ്ത്രീയുണ്ട് ഓഫീസിൽ, പ്രസന്നകുമാരി. ഓഫീസ് ഇൻചാർജ് ആയിട്ട് അവൾക്ക് നോട്ടമുണ്ടായിരുന്നു. പക്ഷേ കമ്പനി എന്നെയാ പ്രൊമോട്ട് ചെയ്തത്. പ്രസന്ന ഇന്ന് എന്നെ ഫോണിൽ വിളിച്ചു. ശരിക്കും ഇപ്പോഴാ എന്നോട് അസൂയ തോന്നുന്നതെന്ന് പറഞ്ഞു. അവൾക്ക് എന്നോടുള്ള എല്ലാ ദേഷ്യവും പോയി. ചില ഫ്രണ്ട്സൊക്കെ പറയാണ് എന്നോട് ഇപ്പോഴാണ് കൂടുതൽ ഇഷ്ടം തോന്നുന്നതെന്ന്. അല്ലിമ പറഞ്ഞപ്പോൾ ശ്രീലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു. അങ്ങനെയാ മോളെ നന്മയുള്ളവർ. ചേച്ചിക്ക് കോൾ. ബിന്ദാര ഫോണുമായി ഊണുമുറിയിലേക്ക് വന്നു. അല്ലിമ ഫോൺ വാങ്ങി കോൾ അറ്റൻഡ് ചെയ്തു. അപ്പുറത്ത് ആലുവ റൂറൽ എസ്.പിയുടെ മകൾ മധുമാലയായിരുന്നു. അവൾ വലിയ സന്തോഷത്തിലായിരുന്നു. അല്ലി, ഞാനിത് ഇപ്പോൾ എത്ര തവണ വായിച്ചു എന്നറിയോ? എൻ്റെ അടുത്തുനിന്ന് പോലും ഹൈഡ് ചെയ്തിട്ടില്ലേ. ബട്ട് ഐ ആം പ്രൗഡ് ഓഫ് യു ആൻഡ് യുവർ ഫാമിലി. എന്നെയും കുറച്ച് പേരൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് അറിയാവുന്നവർ. ഞാനിങ്ങനെ ഞെളിഞ്ഞ് നടക്കുക. നീ എൻ്റെ ഇൻറ്റിമേറ്റ് ആണല്ലോ എന്നോർത്ത്. അല്ലിമ മൂളി മൂളി കേട്ടുകൊണ്ട് ഡൈനിങ് റൂമിൽ നിന്ന് ഹാളിലേക്ക് ഇറങ്ങി. അവളുടെ കൂടെ നിൽക്കണം കേട്ടോ. ശ്രീലക്ഷ്മി വിന്ദാരയോട് പറഞ്ഞു. എൻ്റെ അമ്മേ, ചേച്ചിയുടെ കോള് പകുതിയും അറ്റൻഡ് ചെയ്യണത് ഞാനും വിഷുവും കൂടിയാ. ഞങ്ങൾക്ക് നല്ല ത്രില്ലാണ്. വിന്ദാര ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മയുടെ ഫോൺ റിങ് ചെയ്യുന്നു. അവൾ ടേബിളിലേക്ക് വിരൽ ചൂണ്ടി. ശ്രീലക്ഷ്മി അടുത്ത കോളിന് നേർക്ക് നീങ്ങി. രാജഗോപാലിന് 2 ഫോൺ ഉള്ളതിൽ 2ലും ഒരേ സമയം കോൾ വന്നുകൊണ്ടിരുന്നു. ആദ്യം ഓരോന്നും മാറി മാറി എടുത്ത് സംസാരിച്ച രാജഗോപാൽ പിന്നെ 2 ഫോണും ഒരേ സമയം അറ്റൻഡ് ചെയ്ത് 2 ചെവിയിലും പിടിച്ച് സംസാരിക്കാൻ തുടങ്ങി. രാജഗോപാലിൻ്റെ ബന്ധുജനങ്ങളുടെ വിളികളായിരുന്നു ഏറെയും. പരാതികൾ, പരിഭവങ്ങൾ, പരുഷവാക്കുകൾ, കർക്കശമായ ശാസനകൾ, മുന്നറിയിപ്പുകൾ. അതിനിടയിൽ സ്നേഹിതരുടെയും മറ്റു പരിചയക്കാരുടെയും അഭിനന്ദനങ്ങൾ. ഇതിനിടയിൽ അയൽക്കാരായ ചില സന്ദർശകരും വന്ന വിവരങ്ങൾ തിരക്കി പോകുന്നുണ്ടായിരുന്നു. ഗോപികയുടെ കയ്യിലായിരുന്നു ന്യൂസ് പേപ്പർ. അവൾ ടീപ്പോയിൽ പത്രം നിരത്തി പിടിച്ച് അതിൽ കണ്ണു നട്ടിരിക്കുകയാണ്. നിന്റെ വായന ഇതുവരെ കഴിഞ്ഞില്ലേ? ഊണ് കഴിഞ്ഞ് കൈ കഴുകി വന്ന കിഷോർ ചോദിച്ചു. ഞാൻ ഈ പടങ്ങളൊക്കെ കാണുവാക്കി ചുവേട്ടാ, ഗോപിക പറഞ്ഞു. സന്ദീപിൻ്റെ ലേഖന പരമ്പരയിൽ അല്ലിമയുടെ ശൈശവം മുതൽ പല പ്രായത്തിലുള്ള ഫോട്ടോകൾ കൊടുത്തിട്ടുണ്ട്. രാജഗോപാലിൻ്റെയും ശ്രീലക്ഷ്മിയുടെയും ചിത്രങ്ങളും. അല്ലി ചേച്ചി ഏത് പ്രായത്തിലും എത്ര സുന്ദരി കുട്ടിയായിരുന്നെന്ന് നോക്കിക്കേ. കിഷോർ അതെല്ലാം രാവിലെ തന്നെ കണ്ടതും വായിച്ചതുമാണ്. സിറ്റൗട്ടിൽ നിന്ന് വൈഷ്ണവി പെട്ടെന്ന് അകത്തേക്ക് കയറി വന്നു. കിച്ചു, അല്ലിയുടെ വീട്ടിൽ പോലീസ് വന്നിരിക്കുന്നു. ആ, ഇനിയിപ്പോൾ കേസും അന്വേഷണവും ഒക്കെ ഉണ്ടാവും, കിഷോർ പറഞ്ഞു. എന്തായാലും ഒരു വലിയ കോളിളക്കം ഉണ്ടായതുപോലെയാ, വൈഷ്ണവി അഭിപ്രായപ്പെട്ടു. അവിടെ രാവിലെ മുതൽക്ക് ആരൊക്കെയോ വന്നു പോകുന്നുണ്ട്. എൻ്റെ പേടി ആരെങ്കിലും വേഷം മാറി വന്ന് ആ പെങ്കൊച്ചിനെ കൊന്നുകളയുമോന്നാ. ഇന്നത്തെ കാലത്ത് അതൊക്കെ കൊട്ടേഷൻ എടുത്ത് ചെയ്യാനും ആളുണ്ടല്ലോ. അതൊന്നും ഇനി അത്ര ഈസി അല്ലമ്മേ. കിഷോർ സിറ്റൗട്ടിലേക്ക് ഇറങ്ങി. അവൻ്റെ ഫോൺ റിങ് ചെയ്തു തുടങ്ങി. കിഷോർ ഡിസ്പ്ലേ നോക്കി. സന്ദീപാണ്. എന്താ സന്ദീപേട്ടാ, എവിടെയാ? ഞാനിപ്പോൾ മണിമലയിലാ. നീ എവിടെയാ? വീട്ടിൽ. എൻ്റെ സന്ദീപേട്ടാ, ഇന്നാണ് ശരിക്കുള്ള ബോംബ് പൊട്ടിയത്. അലിമയുടെ വീട്ടിൽ എന്തൊരു ബഹളമാ. എത്ര ആളുകളാ വരികയും പോവുകയും ചെയ്യുന്നത്. മീഡിയക്കാരെ കൊണ്ട് തോറ്റു. നിനക്ക് ഉച്ച കഴിഞ്ഞ് ഓഫീസിൽ പോണോ? എന്താ കാര്യം പറ. അല്ലിയുടെ വീട്ടിൽ പോലീസ് വന്നിട്ടുണ്ട് ഇടുക്കിന്ന്. നീ അല്ലിയുടെ വീട്ടിലേക്ക് ചെന്ന് കാര്യങ്ങളൊക്കെ തിരക്ക്. അവരുടെ കൂടെ നിൽക്കണം, വേറെ ആരും ഇല്ല. രാജഗോപാലങ്കിൽ കുറച്ച് ടെൻഷനിലാണ്. ഞാൻ അങ്ങോട്ട് പോകാം. പോലീസ് എന്തിനാ വന്നതെന്ന് അറിയോ? അവർ സംസാരിക്കുന്നതേയുള്ളൂ. നീ അങ്ങോട്ട് ചെല്ല്. സന്ധ്യവേട്ടൻ എപ്പോൾ വരും? ഞാൻ വരാൻ ലേറ്റാകും. ഇവിടുന്ന് ചില ക്ലോസ് കിട്ടാനുണ്ട്. സാരമില്ല, ഞാൻ അങ്ങോട്ട് ചെല്ലാം. എന്നെ ആരും അറസ്റ്റ് ചെയ്യാൻ പോകുന്നില്ലല്ലോ. ഓക്കേടാ, റൈറ്റ്. കോൾ കട്ടായി. അമ്മേ, ഞാൻ അല്ലിമയുടെ വീട്ടിലൊന്ന് പോവുക. ഇപ്പോൾ വരാം. പിന്തിരിഞ്ഞ് നോക്കാതെ പറഞ്ഞിട്ട് കിഷോർ ഇറങ്ങി ഗേറ്റ് കടന്ന് അല്ലിമയുടെ വീടിന് നേർക്ക് നടന്നു. അവിടെ ഗേറ്റിന് മുന്നിൽ 2 പോലീസ് വാഹനങ്ങൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. കിഷോർ രാജഗോപാലിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ മുരിക്കാശ്ശേരി CI സാബു വർഗീസ് രാജഗോപാലിനെ ചോദ്യം ചെയ്യുകയായിരുന്നു. ചില വിവരങ്ങൾ ചോദിച്ചറിയാൻ എന്ന മട്ടിലാണ് ആഗമനോദ്ദേശം വെളിപ്പെടുത്തിയത്. എങ്കിലും ചോദ്യങ്ങളെല്ലാം
കുറ്റവാളികളോട് ചോദിക്കുന്ന പോലെ നിശിതമായിരുന്നു. മുരിക്കാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഒരു തവണ വന്നിരുന്നില്ലേ എന്ന് CI ചോദിച്ചപ്പോൾ രാജഗോപാൽ അത് തിരുത്തി. പോലീസ് സ്റ്റേഷനിൽ വന്നില്ല, പോലീസ് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. തുടർന്ന് മുരിക്കാശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുക്കാനുള്ള കാരണവും പറഞ്ഞു. നിങ്ങൾക്ക് പെരിയാർ വാലി പള്ളിക്കുടി ഭാഗത്ത് താമസിക്കുന്ന ശേഖരൻകുട്ടിയുമായിട്ട് എന്താണ് ബന്ധം? എനിക്കൊരു ബന്ധവുമില്ല. പിന്നെ എന്തിന് നിങ്ങൾ അവിടെ പോയി? വെറുതെ പോയതാ. എന്നെ കൂട്ടിക്കൊണ്ടുപോയ സന്ദീപിന് ശേഖരൻകുട്ടിയെ കാണണമായിരുന്നു. സന്ദീപും ശേഖരൻകുട്ടിയുമായി എന്ത് ബന്ധം? എൻ്റെ അറിവിൽ ഒരു ബന്ധവുമില്ല. സന്ദീപ് ജോലി ചെയ്യുന്ന പത്രസ്ഥാപനത്തിനു വേണ്ടി ഒരു അന്വേഷണ പരമ്പര തയ്യാറാക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ചില വിവരങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടി പോയതാ, രാജഗോപാൽ പറഞ്ഞു. കിഷോർ വാതിൽക്കൽ നിൽക്കുന്നത് കണ്ട് രാജഗോപാൽ അകത്തേക്ക് വരാൻ കൈയാട്ടി. കിഷോർ അകത്തേക്ക് ചെന്നു. ഇതാരാണ്? CI ചോദിച്ചു. നെയ്ബറാണ്. ഇദ്ദേഹവും എൻ്റെ കൂടെ പെരിയാർ വാലിക്ക് വന്നിട്ടുണ്ടായിരുന്നു. സന്ദീപിൻ്റെ കസിനും കൂടിയാണ്. ഇയാൾ പുറത്തോട്ട് നിൽക്ക്, ആവശ്യം വരുമ്പോൾ വിളിക്കാം. സാബു വർഗീസ് കിഷോറിനോട് കയർത്തു. കിഷോർ ഒന്ന് സംശയിച്ചു. കിച്ചു, നീ അങ്ങോട്ടിരിക്കെ. രാജഗോപാൽ സോഫ ചൂണ്ടിക്കാട്ടി. ലക്ഷ്മി കിഷോറിന് ചായ. അയാളോട് പുറത്ത് നിൽക്കാനാ ഞാൻ പറഞ്ഞത്. CI സ്വരം ഘടിപ്പിച്ചു. സാറേ, എൻ്റെ ഗസ്റ്റാ, അത് ഞാൻ നോക്കിക്കൊള്ളാം. സാറിൻ്റെ കസ്റ്റഡിയിലല്ലല്ലോ ഞാൻ. ഇത് ചോദ്യം ചെയ്യലുമല്ല, ചില വിവരങ്ങൾ അറിയാൻ വേണ്ടി എന്നല്ലേ പറഞ്ഞത്? രാജഗോപാൽ ശാന്തനായി പ്രതികരിച്ചു. ഞാൻ പുറത്തു നിന്നോളാം അങ്കിളെ, സന്തുവേട്ടൻ പറഞ്ഞിട്ടാ വന്നത്. കിഷോർ പിന്തിരിയാൻ ഭാവിച്ചു. അപ്പോൾ നീ ഇവിടെ നിൽക്കണം, രാജഗോപാൽ നിർദ്ദേശിച്ചു. കിഷോർ സോഫയ്ക്ക് പിന്നിലായി വന്നു നിന്നു. 22 വർഷം മുമ്പ് കണിയാമ്പറമ്പിൽ ശേഖരൻകുട്ടി എന്നയാൾ മുരിക്കാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നതായി ഇന്നത്തെ പത്രത്തിൽ അടിച്ചു വന്ന ലേഖനത്തിൽ പറയുന്നുണ്ട്. സ്റ്റേഷനിൽ അങ്ങനെ ഒരു പരാതി കിട്ടിയതായി രേഖയൊന്നുമില്ല. ഞങ്ങൾ ശേഖരൻകുട്ടിയോട് തിരക്കിയപ്പോൾ ആ പരാതിയുടെ ഫോട്ടോ കോപ്പി ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. ശരിയാണോ? CI ചോദിച്ചു. എനിക്കതേപ്പറ്റി വ്യക്തമായിട്ട് അറിയില്ല, രാജഗോപാൽ പ്രതിവചിച്ചു. അതിവിടുണ്ട് സർ, കിഷോർ പറഞ്ഞു. ശേഖരൻകുട്ടി ചേട്ടൻ മാളവികയുടെ ചില ബിലോങ്ങിങ്സ് അല്ലിമയെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അക്കൂട്ടത്തിലുണ്ടാവും. നിങ്ങൾക്കെങ്ങനെ അറിയാം? അല്ലിമ സന്തുവേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നിങ്ങൾക്കറിയില്ല? CI രാജഗോപാലിനോട് നീരസപ്പെട്ടു. സോറി, ഞാൻ അതൊന്നും തിരക്കിയില്ല. ആ ഫോട്ടോ കോപ്പി എനിക്കൊന്ന് കാണണം, CI ആവശ്യപ്പെട്ടു. അതുമാത്രമല്ല, നിങ്ങൾ അഡോപ്റ്റ് ചെയ്ത അല്ലിമ എന്ന സ്ത്രീയെയും കാണണം. രാജഗോപാൽ അല്ലിമയെ വിളിക്കാൻ വേണ്ടി മുറിയിലേക്ക് പോയപ്പോൾ സാബു വർഗീസ് കിഷോറിനോട് ചോദിച്ചു. താൻ ശേഖരൻകുട്ടിയുടെ വീട്ടിൽ പോയിട്ടുണ്ടോ? അന്ന് ഞങ്ങളെല്ലാം ഒന്നിച്ചാ പോയത്. താനാണോ ആ പത്രക്കാരൻ്റെ കൂടെ പോണ്ടിച്ചേരിക്ക് പോയ ആൾ? ഞാൻ തന്നെ സാറേ. ഓഹോ, അപ്പോൾ തനിക്ക് കുറേ വിവരങ്ങൾ അറിയാം. അതുകൊണ്ടല്ലേ സാറേ ഞാനിങ്ങോട്ട് വന്നത്. അല്ലിമയെയും കൂട്ടി രാജഗോപാൽ ഹാളിലേക്കെത്തി. ഇതാണ് എൻ്റെ മോൾ അല്ലിമ, രാജഗോപാൽ പരിചയപ്പെടുത്തി. അല്ലിമ CIയുടെ നേർക്ക് കൈകൂപ്പി. CI അവളെ അടിമുടി നോക്കി. നിങ്ങളുടെ മോളെന്നല്ലേ ന്യൂസ് പേപ്പറിൽ? അതെ സാറേ, എനിക്കിതെൻ്റെ മൂത്ത മോളാ. ശരി, പരാതിയുടെ കോപ്പി കാണട്ടെ. അല്ലിമ പരാതിയുടെ ഫോട്ടോ കോപ്പി CIയുടെ നേർക്ക് നീട്ടി. ഇത് പുതിയ കോപ്പിയാണല്ലോ? അതെ, പഴയ ഫോട്ടോ കോപ്പിയുടെ പുതിയ പ്രിൻ്റ് എടുത്തതാ. ഞാൻ ചോദിച്ചത് പഴയ കോപ്പിയാണ്. അത് സൂക്ഷിച്ചു വെച്ചിരിക്കുക. കോടതിയിൽ ഹാജരാക്കേണ്ടി വന്നാൽ കൊടുക്കാൻ വേണ്ടി. കോർട്ടിൽ ഹാജരാക്കണമെങ്കിൽ പോലീസ് ചെയ്തോളും. സോറി സർ, പോലീസ് 22 വർഷമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇനി ചെയ്യുമോയെന്ന് സംശയവും ഉണ്ട്, അല്ലിമ പറഞ്ഞു. ഈ കോപ്പി വേണമെങ്കിൽ സാറിന് തരാം. അല്ലിമയെ രൂക്ഷമായി നോക്കിയിട്ട് തട്ടിപ്പറിക്കും പോലെ ആ പരാതി പകർപ്പ് അയാൾ പിടിച്ചെടുത്തു. അതിലൂടെ ഒന്ന് കണ്ണോടിച്ചു. 22 വർഷം മുമ്പ് കാണാതായ മാളവികയുടെ മകളാണ് നീയെന്ന് ഉറപ്പുണ്ടോ നിനക്ക്? എന്തെങ്കിലും തെളിവുണ്ടോ? ഉറപ്പ് എൻ്റെ മനസ്സിലുള്ള കാര്യമല്ലേ, തെളിവൊന്നുമില്ല. പ്രസവ സമയത്തിനും മാസങ്ങൾക്ക് മുമ്പേ മാളവിക കൊല്ലപ്പെട്ടിരിക്കാം എന്നാണ് പോലീസിന് കിട്ടിയ വിവരം. പ്രസവിക്കാതെ മരിച്ച മാളവികയ്ക്ക് എങ്ങനെ മകളുണ്ടാകും? അതേപ്പറ്റി എനിക്ക് നല്ല നിശ്ചയമില്ല, അല്ലിമ ഒഴിഞ്ഞു മാറി. നിങ്ങൾക്ക് പോണ്ടിച്ചേരിയിൽ വെച്ച് കിട്ടിയ അനാഥ കുഞ്ഞാണ് അല്ലിമ എന്നല്ലേ പറഞ്ഞത്? അതെ, രാജഗോപാൽ മറുപടി നൽകി. ഈ സ്ത്രീയെ പ്രസവിച്ചത് മാളവിക എന്നൊരു സ്ത്രീയാണെന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ നിങ്ങളുടെ കൈവശം? ഒരു തെളിവുമില്ല. ഒരു പുലർച്ചയ്ക്ക് വീട്ടുവരാന്തയിൽ നിന്ന് കണ്ടുകിട്ടിയതാണ്. നിങ്ങൾ പോണ്ടിച്ചേരി പോലീസിനെ ഏൽപ്പിക്കണമായിരുന്നു. അതാ ചെയ്യേണ്ടിയിരുന്നത്. പകരം അനർഹമായി കൈവശം വെച്ചു. പോണ്ടിച്ചേരിയിൽ നിന്ന് കടത്തിക്കൊണ്ടു പോന്നു. ആരെയും അറിയിക്കാതെ രഹസ്യമായി വെച്ച് വളർത്തി. ഇതെല്ലാം ക്രിമിനൽ ഒഫൻസാണ്. സാഹചര്യങ്ങളെല്ലാം ഞാൻ സാറിനോട് പറഞ്ഞു കഴിഞ്ഞു.
പോണ്ടിച്ചേരിയിൽ ചുഴലിക്കാറ്റും വെള്ളപ്പൊക്കവുമായിരുന്നു. പോലീസിൽ അറിയിച്ചു. അവർ മൈൻഡ് ചെയ്തില്ല. കുഞ്ഞിനെ സംരക്ഷിക്കാൻ ഞങ്ങളല്ലാതെ വേറെ ആരുമില്ലായിരുന്നു. കേരളത്തിലെത്തിയപ്പോൾ നിങ്ങൾ കേരള പോലീസിനെ അറിയിക്കേണ്ടതായിരുന്നു. ഞങ്ങൾ കേരളത്തിലേക്കല്ല, കോയമ്പത്തൂരിലേക്കാണ് വന്നത്. അവിടുത്തെ പോലീസിൽ അറിയിച്ചോ? കോയമ്പത്തൂർ പോലീസിന് എന്ത് കാര്യം പോണ്ടിച്ചേരിയിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുവന്ന കുഞ്ഞിൻ്റെ വിഷയത്തിൽ? രാജഗോപാൽ ചോദിച്ചു. തെരുവിൽ നിന്ന് കിട്ടിയ ഒരു കുഞ്ഞിനെ സ്വന്തം നിലയ്ക്ക് ദത്തെടുക്കുകയും പോലീസിനെയോ ശിശുക്ഷേമ വകുപ്പിനെയോ അതേപ്പറ്റി അറിയിക്കാതിരിക്കുകയും ആ കുഞ്ഞിൽ നിന്നും മറ്റു ബന്ധുമിത്രാദികളിൽ നിന്നും സത്യം മറച്ചുവെക്കുകയും ചെയ്തത് കുറ്റകൃത്യം തന്നെയാണ്. CI സാബു വർഗീസ് താക്കീതിൻ്റെ സ്വരത്തിൽ പറഞ്ഞു. ആയിക്കോട്ടെ, അതിൻ്റെ പേരിൽ എന്ത് നിയമ നടപടി ഉണ്ടായാലും അത് നേരിടാൻ ഞാൻ തയ്യാറാണ്. സാറിനാണ് അധികാരമെങ്കിൽ സാർ കേസെടുക്കണം. അതെൻ്റെ ഡ്യൂട്ടിയല്ല. ഞാൻ വന്നത് മാളവികയുടെ മിസ്സിംഗ് കേസ് അന്വേഷിക്കാനാണ്. അതുമായി നിങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് വിവരം കിട്ടിയതുകൊണ്ടാണ്. ഞങ്ങൾക്കതുമായി എന്ത് ബന്ധം? മാളവികയുമായി എന്തെങ്കിലും ബന്ധമുള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ കണിയാമ്പറമ്പിൽ ശേഖരൻകുട്ടിയെ കാണാൻ പെരിയാർ വാലിക്ക് പോയത്. അവിടെ നിന്ന് ഒരു സൂട്ട് കേസ് നിങ്ങൾ എടുത്തുകൊണ്ട് പോന്നു എന്നും പോലീസിന് വിവരം കിട്ടി. എടുത്തുകൊണ്ട് പോകുന്നതല്ല സർ, അവർ എനിക്ക് തന്നതാണ്. അത് മാളവിക സൂക്ഷിച്ചിരുന്നതായിരുന്നു എന്നാണ് ശേഖരൻകുട്ടി പറഞ്ഞത്. പോലീസിനെ സംബന്ധിച്ച് അത് തൊണ്ടി സാധനമാണ്. ഞങ്ങളത് കട്ടുകൊണ്ട് പോകുന്നതല്ല. അല്ലിമ ആവർത്തിച്ചു. മാളവികയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് അവളുടെ അച്ഛനും സഹോദരനും മുരിക്കാശ്ശേരി പോലീസിൽ പരാതി തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ SP ഓഫീസിൽ നിന്നുള്ള ഉത്തരവുമുണ്ട്. കേസ് അന്വേഷിക്കുന്ന പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത് തൊണ്ടി മുതലാണ്. ഇവിടെ അത് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ വിട്ടു തന്നേ പറ്റൂ. അലിമ അച്ഛനെ നോക്കി. രാജഗോപാൽ 2 നിമിഷം സംശയിച്ചു. അരുതെന്ന് കിഷോർ കണ്ണു കാണിച്ചു. കേസിലെ തൊണ്ടി മുതൽ കൈവശം വെച്ചുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് റൈറ്റില്ല. സാബു വർഗീസ് മുന്നറിയിപ്പ് നൽകി. മോളെ, അതെടുത്തോണ്ട് വാ, രാജഗോപാൽ നിർദ്ദേശിച്ചു. അല്ലിമ മുറിയിലേക്ക് പോയി. അതിൽ പല സാധനങ്ങളുണ്ട്. ഞങ്ങളൊരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടേ വിട്ടുതരൂ. സാറ് കൈപ്പറ്റി രസീത് ഒപ്പിട്ട് തരികയും വേണം, രാജഗോപാൽ പറഞ്ഞു. അല്ലിമ സൂട്ട് കേസ് കൊണ്ടുവന്ന ടീപ്പോയിൽ വെച്ചു. അത് തുറന്ന് സാബു വർഗീസിനെ കാണിച്ചു. മോളെ, അതിലുള്ള സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് എഴുത്, രാജഗോപാൽ നിർദ്ദേശിച്ചു. അതിലൊന്നും കൈകൊണ്ട് തൊടാൻ പാടില്ല. മാളവികയുടെ ഫിംഗർ പ്രിൻ്റ് മിസ്സാകാൻ സാധ്യതയുണ്ട്, CA തടഞ്ഞു പറഞ്ഞു. ഞാനിത് 500 തവണ എടുത്ത് തിരിച്ചും മറിച്ചും നോക്കിക്കഴിഞ്ഞു. ഇതിലിപ്പോൾ എൻ്റെ ഫിംഗർ പ്രിൻ്റ് അല്ലാതെ വേറൊന്നും കാണില്ല സർ, അലിമ പറഞ്ഞു. അവൾ ഓരോ സാധനവും എടുത്ത് സോഫയിലേക്ക് വെച്ചു. രാജഗോപാൽ പേനയും കടലാസും എടുത്തു കൊടുത്തു. അവൾ ലിസ്റ്റ് കുറിക്കാൻ തുടങ്ങി. കിഷോർ മൊബൈൽ ക്യാമറയിൽ പകർത്താൻ ശ്രമിച്ചപ്പോൾ CA തടഞ്ഞു. ആരോട് ചോദിച്ചിട്ടാ നിങ്ങൾ തൊണ്ടി സാധനങ്ങളുടെ പടമെടുക്കുന്നേ? അതിന് പോലീസിൻ്റെ ഫോട്ടോഗ്രാഫർമാരുണ്ട്. അതോടെ കിഷോർ ക്യാമറ പിൻവലിച്ചു. ലിസ്റ്റ് പൂർത്തിയാക്കിയ ശേഷം അല്ലിമ സാധനങ്ങളെല്ലാം സൂട്ട് കേസിൽ തന്നെ വെച്ചു. സാർ ഇതെല്ലാം കൈപ്പറ്റിയതായിട്ട് രസീത് തരണം. ഈ ലിസ്റ്റിൽ സൈൻ ചെയ്ത് തരികയും വേണം. രാജഗോപാൽ ലിസ്റ്റ് വാങ്ങി സാബു വർഗീസിൻ്റെ നേരെ നീട്ടി. സീൽ ചെയ്യണ്ടേ? രസീത് വേണമെങ്കിൽ മുരിക്കാശ്ശേരി സ്റ്റേഷനിൽ വന്നാൽ മതി. സാബു വർഗീസ് സൂട്ട് കേസ് കയ്യിലെടുത്തു. ഇത് മര്യാദയല്ല സർ, രാജഗോപാൽ ഓർമ്മിപ്പിച്ചു. താൻ എന്നെ മര്യാദയൊന്നും പഠിപ്പിക്കണ്ട. പുറത്ത് വീട്ടുവളപ്പിൽ ഏതോ വാഹനം വന്നു നിന്നതിൻ്റെ ശബ്ദം കേട്ടു. ഡോർ തുറക്കുന്നു, അടയ്ക്കുന്നു. കിഷോർ വാതിൽക്കലേക്ക് നീങ്ങി. സ്റ്റേഷനിൽ വന്ന രസീത് തരൂ, അത്രയും പറഞ്ഞിട്ട് സാബു വർഗീസ് പിന്തിരിഞ്ഞു. സിറ്റൗട്ടിൽ ഷൂസിൻ്റെ ചലനശബ്ദം കേൾക്കായി. അങ്കിളെ, പോലീസ്, കിഷോർ പറഞ്ഞു. കുന്നത്തുനാട് CI പ്രകാശ് പോളും 2 പോലീസുകാരും വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടു. ഇവിടെന്താ ഇടുക്കി പോലീസിൻ്റെ വണ്ടിയൊക്കെ? പ്രകാശ് പോൾ വാതിലിനപ്പുറം നിന്ന് ചോദിച്ചു. മുരിക്കാശ്ശേരി സ്റ്റേഷനിൽ നിന്ന് തൊണ്ടി സാധനം എടുക്കാനും ചോദ്യം ചെയ്യാനും വന്നതാ, രാജഗോപാൽ അറിയിച്ചു. എന്ത് തൊണ്ടി സാധനം? എന്ത് ചോദ്യം ചെയ്യൽ? എന്താ പ്രശ്നം? സാർ അകത്തേക്ക് വരണം, നേരിട്ട് ചോദിക്കാമല്ലോ, രാജഗോപാൽ ക്ഷണിച്ചു. പ്രകാശ് പോൾ അകത്തേക്ക് കടന്നു വന്ന് സാബു വർഗീസിനെ പരിചയപ്പെട്ടു. വിവരങ്ങൾ തിരക്കുന്നതിനിടയിൽ പരിഭവം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇടുക്കിയിലെ പോലീസ് കുന്നത്തുനാട്ടിൽ കേസ് അന്വേഷിക്കാനും തൊണ്ടി മുതലെടുക്കാനും വരുമ്പോൾ അറ്റ്ലീസ്റ്റ് കുന്നത്തുനാട് സ്റ്റേഷനിലൊന്ന് ഇൻഫോം ചെയ്യണ്ടേ സാറേ? ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്, സാബു വർഗീസ് പറഞ്ഞു. തൊണ്ടി സാധനങ്ങൾ ഒരു വീട്ടിൽ നിന്ന് എടുത്തോണ്ട് പോകുമ്പോൾ രസീത് തരണ്ടേ? അത് തന്നില്ല. സാധനങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു, അതിൽ സൈൻ ചെയ്തുമില്ല. രാജഗോപാൽ ആവലാതിപ്പെട്ടു. സാറേ, രസീതായിട്ടൊന്നും വേണ്ട, ലിസ്റ്റിലുള്ള സാധനങ്ങൾ കൈപ്പറ്റിയതായിട്ട് സൈൻ ചെയ്താൽ മതി, പ്രകാശ് പോൾ പറഞ്ഞു. സാർ ഇത് ടീപ്പോയിലോട്ട് വെച്ചാട്ടെ.
സാബു വർഗീസ് അനിഷ്ടം മുറ്റിയ ഒരു നോട്ടം കൊണ്ട് പ്രകാശ് പോളിനെതിരെ 2 നിമിഷം ചെറുത്തു നിന്നെങ്കിലും വഴങ്ങുകയല്ലാതെ നിവർത്തിയില്ലായിരുന്നു. ഓരോ സാധനവും എടുത്ത് അതെന്താണെന്ന് പറഞ്ഞുകൊണ്ട് ടീപ്പോയിലിട്ട് വെക്കണം ആരെങ്കിലും, പ്രകാശ് പോൾ നിർദ്ദേശിച്ചു. അല്ലിമ തന്നെ ആ ചുമതല ഏറ്റെടുത്തു. ഒരു വീഡിയോ കൂടി എടുത്തു, പ്രകാശ് പോൾ പറഞ്ഞു. കിഷോർ ഉടൻ തന്നെ മൊബൈൽ വീഡിയോ ക്യാമറ ഓൺ ചെയ്തു. അല്ലിമ ഓരോ സാധനവും എടുത്ത് ക്യാമറയ്ക്ക് നേരെ വിശദമായി കാട്ടി ഒരു ലഘു വിവരണവും നൽകി. മാളവികയുടെ ഡയറിയും മറ്റും കാണിക്കുമ്പോൾ അതിലെ പേജുകളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്നും എഴുത്തുകൾ മാഞ്ഞു പോയിട്ടില്ലെന്നും കൂടി അവൾ പറഞ്ഞു. ഒടുവിൽ എല്ലാം തിരികെ സ്യൂട്ട് കേസിൽ തന്നെ അടുക്കി അത് സാബു വർഗീസിന് കൈമാറി. അല്ലിമ തയ്യാറാക്കിയ ലിസ്റ്റ് കണ്ട് ബോധ്യപ്പെട്ട് കൈപ്പറ്റിയതായി സമ്മതിച്ച് CI അതിൽ ഒപ്പിടുകയും ചെയ്തതോടെ കിഷോർ മൊബൈൽ ക്യാമറ ഓഫാക്കി. എന്തെങ്കിലും ആവശ്യം വന്നാൽ മുരിക്കാശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കും, അപ്പോൾ വരണം. ക്ഷീണം മറയ്ക്കാനെന്നോണം സാബു വർഗീസ് അല്ലിമയോടും രാജഗോപാലിനോടുമായി പറഞ്ഞു. ഞങ്ങൾ എത്തിക്കോളാം സർ, ഒരു മടിയുമില്ല. രാജഗോപാൽ സമ്മതിച്ചു. ഇറങ്ങട്ടെ മിസ്റ്റർ പ്രകാശ്, ചെയ്ത ഉപകാരം മറക്കില്ല, മറക്കരുത്. പിന്നെ ഈ കേസ് അട്ടിമറിക്കാൻ കൂട്ടു നിൽക്കുകയും ചെയ്യരുത്. തനിക്കത് പ്രോബ്ലം ആകുമെന്ന് മാത്രമല്ല, ഡിപ്പാർട്ട്മെൻറ്റിനും ക്ഷീണം ചെയ്യും. ഓക്കെ, താങ്ക് യു. സാബു വർഗീസ് യാത്ര പറഞ്ഞ് പോലീസ് വണ്ടിയിൽ കയറിപ്പോയി. ഞാനിവിടെ വന്നത് SP സർ പറഞ്ഞിട്ടാ. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. ആരുടെയെങ്കിലും അനാവശ്യ ഇടപെടലോ ഫോണിൽ കൂടിയുള്ള ഭീഷണിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണം. നിങ്ങളുടെ മകൾ ഒറ്റയ്ക്ക് പുറത്തു പോകാൻ പാടില്ല. പുറത്തു പോകുമ്പോൾ പോലീസിനെ അറിയിക്കണം. പിന്നെ ഈ ഹൗസിംഗ് കോളനിയിൽ 2 ബീറ്റ് പോലീസുകാരെയും വെച്ചിട്ടുണ്ട്. എല്ലാം SP സാറിൻ്റെ ഓർഡറാ, പ്രകാശ് പോൾ പറഞ്ഞു. താങ്ക് യു സർ, രാജഗോപാൽ നന്ദി അറിയിച്ചു. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഞാൻ വന്ന സമയം എന്തായാലും നന്നായി. അപ്പോൾ നിങ്ങൾ ഒരു ഡിമാൻഡ് എഴുതി തരണം മിസ് അല്ലിമ. പെട്ടെന്നുണ്ടായ ചില പ്രത്യേക സാഹചര്യങ്ങൾ കാരണം പോലീസ് പ്രൊട്ടക്ഷൻ വേണമെന്ന്. അതിനാണ് വിക്രമൻ സാർ എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. മോളെ, ഇദ്ദേഹം പറയുന്നത് പോലെ നീ ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുക്ക്, രാജഗോപാൽ നിർദ്ദേശിച്ചു. അല്ലിമ സമ്മതിച്ച് തലയാട്ടി. അന്വേഷണ പരമ്പരയുടെ അവസാന ലേഖനവും പുറത്തു വന്നതോടെ കല്ലാറ്റുപടിക്കലും മാങ്ങാട്ടുശ്ശേരിയിലും ഫോൺ കോളുകളുടെ പ്രവാഹമായിരുന്നു. 2 തറവാടുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അടുത്ത ബന്ധുക്കൾ മുതൽ നാനാദേശങ്ങളിലേക്ക് പടർന്നു പന്തലിച്ചു പോയ അകന്ന ബന്ധുജനങ്ങൾ വരെ. മല്ലിക സംശയങ്ങൾ നിറഞ്ഞ ചോദ്യങ്ങളിൽ ഭർത്താവിനെയും മകനെയും ശ്വാസം മുട്ടിച്ചപ്പോൾ അവർ 2 പേരും കല്ലാറ്റുപടിക്കലെത്തി. ജഗന്നാഥക്കുറുപ്പും ഹരീന്ദ്രനും അങ്കലാപ്പിലായിരുന്നു. കല്ലാറ്റുപടിക്കൽ അവരെക്കാൾ അസ്വസ്ഥരായിരുന്നു ബാലകൃഷ്ണ മേനോനും ഹേമചന്ദ്രനും. വലിയ തിരിച്ചടി വരാൻ പോവുകയാണെന്ന് ജഗന്നാഥക്കുറുപ്പ് ഭയപ്പെട്ടു. ഹേമചന്ദ്രൻ്റെ മുഖത്തിനേറ്റ പരിക്ക് ഭേദമായി വരുന്നതേയുള്ളൂ. ഈ ഫോൺ കോളുകളും അന്വേഷണവും ഒക്കെ 2 ദിവസത്തേക്കേ കാണൂ. അത് കഴിയുമ്പോൾ ആളുകൾ ഇതൊക്കെ മറക്കും. അവർക്ക് പുതിയ വിഷയം കിട്ടും. ഹേമചന്ദ്രൻ എല്ലാവരെയും ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയല്ലോ. മുരിക്കാശ്ശേരി പോലീസിന് SP ഓഫീസിൽ നിന്ന് പ്രഷറുണ്ട്. പീരിമേട് പോലീസിനും പെരുവന്താനം പോലീസിനും വെറുതെ ഇരിക്കാൻ പറ്റുമോ? ഹരീന്ദ്രൻ ചോദിച്ചു. അവരന്വേഷിക്കട്ടെ, നമുക്കൊന്നും അറിയില്ല. ചന്ദ്രബാബുവിനെ നമ്മുടെ കയ്യിൽ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നോ? മാളുവിനെക്കുറിച്ചും നമുക്കൊന്നും അറിയില്ല. നമ്മൾ ഇവിടെ ഇരുന്ന് പറയുന്നത് പോലെയാണോ പോലീസിൻ്റെ അന്വേഷണം വരുമ്പോൾ? ജഗന്നാഥക്കുറുപ്പ് ആശങ്ക പൂണ്ടു. തെളിവെന്തെങ്കിലും ഉണ്ടോ 22 വർഷം മുമ്പത്തെ കാര്യങ്ങൾക്ക്? ഹേമചന്ദ്രൻ ചോദിച്ചു. തെളിവുണ്ടല്ലോ, ഒന്നാന്തരം തെളിവല്ലേ. മാളുവിൻ്റെ മകളാണെന്ന് പറയുന്ന ആ പെണ്ണ്, ഹരീന്ദ്രൻ തർക്കിച്ചു. വെറുതെ പറഞ്ഞാൽ മതിയോ മാളുവിൻ്റെ മകളാണെന്ന്? എവിഡൻസ് വേണം. അവരെങ്ങനെ തെളിയിക്കും? ഹേമചന്ദ്ര, മാളുവിനെ നമ്മൾ പോണ്ടിച്ചേരിയിൽ കൊണ്ടുപോയെന്നും അവൾ അവിടെ വെച്ച് പ്രസവിച്ചെന്നും ഒക്കെ അവർ കണ്ടുപിടിച്ചല്ലോ. മാളു പോണ്ടിച്ചേരിയിൽ വെച്ച് പ്രസവിക്കുകയോ കുഞ്ഞിനെ കളയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളാരും അതിനുത്തരവാദികളല്ല. ചന്ദ്രബാബുവിൻ്റെ തന്തയും തള്ളയും അനിയനും അതിനുത്തരം പറഞ്ഞോളും. ഹേമചന്ദ്രൻ നിസ്സാരമട്ടിൽ പറഞ്ഞു. നമ്മൾ അങ്ങോട്ട് കയറി അതൊന്നും ഏറ്റെടുക്കണ്ട. പോലീസ് ചോദിച്ചാൽ നമുക്കൊന്നും അറിയില്ല, അത്ര തന്നെ. ഹേമചന്ദ്രൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. 1 മിനിറ്റ്. അയാൾ ഫോൺ എടുത്തുകൊണ്ട് അല്പം നടന്നു നീങ്ങി. ഹലോ സാബു. സാറേ, ഞാൻ എറണാകുളത്ത് നിന്ന് തിരിച്ചു വരുന്ന വഴിയാ. പോയിട്ടെന്തായിടോ? അവർ കൊണ്ടുപോയ സൂട്ട് കേസ് കിട്ടി. പക്ഷേ അതിനകത്തുള്ള വസ്തുവകകളെല്ലാം റെക്കോർഡിക്കലാക്കിയിട്ട് അവർ തന്നത്.
തുടർന്നുള്ള വിവരണങ്ങൾ ഹേമചന്ദ്രൻ മൂളി കേട്ടു. അപ്പോൾ ആലുവ റൂറൽ SP അവർക്ക് സ്ട്രോങ് സപ്പോർട്ടാണല്ലേ? അതെ സർ. ആ പെൺകുട്ടി അതിൻ്റെ അമ്മയെ വിട്ടുകിട്ടണമെന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ചാൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? അങ്ങനത്തെ കേസൊന്നും നിലനിൽക്കില്ലടോ. അവളുടെ അമ്മ ശ്രീലക്ഷ്മി എന്ന സ്ത്രീയാണെന്ന് അവളെ സംബന്ധിച്ച എല്ലാ രേഖകളിലും ഉള്ളത് പറിച്ച് തെളിയിക്കണമെങ്കിൽ സോളിഡ് എവിഡൻസ് വേണം. കോടതിയിൽ പോയാൽ അവർ തോറ്റു തുന്നം പാടും. സാറേ, DNA ടെസ്റ്റ് നടത്തട്ടെ. മാളുവിൻ്റെ മകളാണെന്ന് തെളിയിക്കട്ടെ. അപ്പോഴും നിങ്ങൾക്ക് എന്താ പ്രശ്നം? എനിക്ക് മുകളിൽ നിന്ന് കർശനമായ ഉത്തരവ് കിട്ടിയിട്ടുണ്ട്. എല്ലാം കൃത്യമായിട്ട് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കണമെന്ന്. SP-ക്കല്ലേ താൻ കൊടുത്തോ? അതിൻ്റെ അവസാനം ഒരു വരി എഴുതിയിട്ടേക്കണം. മാളുവിനെ അവളുടെ അച്ഛനും സഹോദരനും മറ്റു ചിലരും കൂടി 22 വർഷം മുമ്പ് പെരിയാർ വാലിയിലെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയതായി കണിയാമ്പറമ്പിൽ ശേഖരൻകുട്ടിയും ഭാര്യയും മകനും പറയുന്നുണ്ടെങ്കിലും അത് സത്യമാണെന്ന് വിശ്വസിക്കാൻ പറ്റിയ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ലെന്ന്. ഓക്കെ, അങ്ങനെ ചെയ്യാം സർ. ശരി, തൻ്റെ ട്രാൻസ്ഫർ വിഷയം എൻ്റെ മനസ്സിലുണ്ട്. താങ്ക് യു സർ. ശരിയടോ, എനിക്ക് വേറൊരു കോൾ വരുന്നുണ്ട്. കട്ട് ചെയ്തേക്ക്. ഹേമചന്ദ്രൻ കോൾ എടുത്തു. ഹലോ, പറഞ്ഞോളൂ സർ. സ്റ്റേഷനിൽ നിന്ന് ജെയിംസ് കുര്യൻ. മനസ്സിലായി, പറഞ്ഞു. ആ പത്രക്കാരൻ സന്ദീപും ജാമ്യത്തിലിറങ്ങിയ അനീബ് ബാബുവും മണിമല ടൗണിലും പരിസരങ്ങളിലും കറങ്ങുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും ചെയ്യണോ? അവർ എവിടെയൊക്കെ പോകുന്നുണ്ടെന്ന് തിരക്കിയാൽ മതി. നേരിട്ട് ഇടപെടണ്ട. അവന് മുകളിൽ നിന്ന് പോലീസ് സപ്പോർട്ടുണ്ട്. അവർ രണ്ടുപേരും കൂടെ കിഴക്കേപ്പാറ റോഡിൽ വാട്ടർ ടാങ്കിനടുത്തുള്ള കണിയാമ്പറമ്പ് ജംഗ്ഷനിൽ പോയിട്ടുണ്ടായിരുന്നു. അത് ശേഖരൻകുട്ടിയുടെ വീടിരുന്ന സ്ഥലമാ. അനിബാബുവിന് അവിടെ ചില ആളുകളെയൊക്കെ അറിയാം. അവരുമായി സംസാരിച്ചിട്ട് ടൗണിലേക്ക് തിരിച്ചു വന്നു പത്രം ഏജൻറ്റിൻ്റെ കടയിൽ കയറി. പിന്നെ പഴയ പാലം കടന്ന് അക്കരയ്ക്ക് പോയി. ഇപ്പോൾ അവരെവിടെയുണ്ട്? പള്ളിപ്പടി പാലത്തിനക്കരെ പുറമ്പോക്കിൽ താമസിക്കുന്ന പൊന്നൻ എന്നൊരു തെങ്ങ് കയറ്റക്കാരൻ്റെ വീട്ടിലുണ്ട്. മഫ്തിയിലുള്ളൊരു CPO ഒരു ബൈക്കിൽ അവരെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. പൊന്നൻ, അയാളെ ഞങ്ങൾക്കറിയാം. ഈ പ്രദേശത്തൊക്കെ തെങ്ങ് കയറിക്കൊണ്ടിരുന്ന ആളാ. ഇവിടെയും സ്ഥിരമായിട്ട് അയാൾ ആ തേങ്ങയിട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ അയാൾ വയ്യാതെ പണിക്ക് പോകാറില്ലല്ലോ. ഇത്രയേ അറിയൂ, കൂടുതലൊന്നും അറിയില്ല സാറേ. എന്തായാലും അവരെ വാച്ച് ചെയ്തു. ഞാൻ പിന്നെ വിളിക്കാം. ഹേമചന്ദ്രൻ കോൾ കട്ട് ചെയ്ത് നെറ്റി ചൊളിച്ച് ചിന്തയിലാണ്ടു. പൊന്നൻ എന്ന് ഒരു തവണ പിറുപിറുക്കുകയും ചെയ്തു. പൊന്നൻ ഒരുവിധം ഫിറ്റായി കഴിഞ്ഞു. കഥ പറയുന്നതിനിടയ്ക്ക് അനിബാബു 30-40 മില്ലിഗ്രാം വീതം ഗ്ലാസ്സിലൊഴിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാറേ, ഇത്രയൊക്കെ ഉള്ളൂ കല്ലാറ്റുപടിക്കലെ ചരിത്രം. ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ കാണുന്നതല്ലേ. ഭയങ്കര പത്രാസും കാശും അല്ലായിരുന്നു. എന്നതായിരുന്നു ഒരു കാലത്ത്. പണ്ട് ആനയുണ്ടായിരുന്നു. കാലം മാറിയപ്പം ബസ്സും കാറും ലോറിയും. അന്ന് കാലത്ത് കല്ലാറ്റുപടിക്കൽ കഴിഞ്ഞേ മണിമലയെ പണക്കാരുള്ളൂ. ഈ 76 വയസ്സിനിടയ്ക്ക് അവിടെ എത്ര പേര് ജനിച്ച്, എത്ര പേര് മരിച്ച്, എത്ര കല്യാണങ്ങൾ നടന്ന്. സാറേ, അവിടെ എന്തിൽ പന്തലിട്ടാലും പൊന്നിനും കെട്ടിയാക്കും ഊണുണ്ട്. മക്കൾക്ക് പൊതിയും കെട്ടിക്കണ്ട തിരികെ പോരണത്. എൻ്റെ അച്ഛൻ്റെ കാലം തൊട്ടേ ഞാള് കല്ലാറ്റുപടിക്കലെ തെങ്ങ് കയറ്റക്കാരാ. പൊന്നൻ ഉഗ്രൻ ഫോമിലായി. പൊന്നൻ ചേട്ടൻ ഒന്നുകൂടെ ആലോചിച്ച് നോക്കിക്കേ. കുപ്പി ഒരെണ്ണം കാറിയിലിരിപ്പുണ്ട്. അതും കൂടെ തന്നിട്ടേ ഞങ്ങൾ പോകത്തുള്ളൂ, അനിബാബു പറഞ്ഞു. പൊന്നൻ്റെ കണ്ണിൽ മിന്നാമിനിങ്ങിൻ്റെ വെട്ടം തെളിഞ്ഞു. ഇനി എന്നാ പറയാനാ? എനിക്ക് ഓർമ്മയുള്ളതൊക്കെ പറഞ്ഞല്ലോ. 3 മണിക്കൂറോളമായി സംസാരം തുടങ്ങിയിട്ട്. അനിബാബുവും സന്ദീപും കൂടി നിർബന്ധിച്ചപ്പോൾ പൊന്നൻ വീണ്ടും ഓർമ്മകളുടെ പെരുങ്കയത്തിൽ ഒന്നുകൂടി മുങ്ങിത്തപ്പി. ഇനി ഒരു സംഭവം എന്ന് വെച്ചാൽ കല്ലാറ്റുപടിക്കലെ ഒരു പോത്ത് കുരുങ്ങി ചത്തതാ. അതൊക്കെ എന്നാ പറയാനാ? പോത്തെങ്ങനെ ചത്തു? സന്ദീപ് ചോദിച്ചു. ഇടിവെട്ടി ചത്തെന്നാ കേട്ടത്. മണ്ണുമാന്തിയുടെ യന്ത്രം കൊണ്ടുവന്ന് കുഴിയെടുത്തിട്ടാ വെട്ടി മൂടിയത്. അത് എത്ര വർഷം മുമ്പാ? 10-20 കൊല്ലമായി കാണും. അറ്ററമ്പിലാ കുഴിച്ചിട്ടെ. അതിൻ്റെ മേലെ ഒരു തൈ വെച്ചേക്കാമെന്ന് പറഞ്ഞ എൻ്റെ അടുത്ത്. ഞാൻ ഒരു 18-ാം മടത്തി വെച്ചു. സന്ദീപ് വർഷത്തിൻ്റെ കണക്ക് ഒന്നുകൂടി ചോദിച്ചപ്പോൾ പൊന്നൻ മനക്കണക്ക് കൂട്ടി. 22 കൊല്ലം കഴിഞ്ഞു സാറേ. അതിൻ്റെ 2 ദിവസം മുന്നേ എൻ്റെ ഇളയ മോള് കണ്ണപ്പനെ പെറ്റത്. പൊന്നൻ കണ്ണപ്പൻ്റെ പ്രായം ഓർത്ത് ഉറപ്പിച്ചു. 22 വർഷം. അടുത്ത ഭാഗം നാളെ.